Good morning, my dears. Basic principles of auditing ആണ് അടുത്ത നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ബേസിക് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റൂൾസ് അതല്ല എന്നുണ്ടെങ്കിൽ ഫിലോസഫി ഓഫ് ഓഡിറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നൽകിയിട്ടുണ്ടായിരുന്നു അല്ലേ. ആൾറെഡി നമുക്ക് എന്താണെന്ന് അറിയാം. നമ്മുടെ ICAI അഥവാ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്ത സാപ്പി എന്ന് പറയുന്ന അഥവാ സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റിംഗ് പ്രാക്ടീസസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മുടെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇനി എന്തൊക്കെയാണ് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന്. അതിന് മുൻപ് നമുക്ക് എന്താണ് നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾസിൻ്റെ ഡെഫിനിഷൻ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹോംസ് ഡിഫൈൻ ചെയ്യുന്നതാണ്. ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസ് ആർ ദ ബേസിക് ട്രൂത്ത് വിച്ച് ആർ ഇൻഡിക്കേറ്റീവ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓഫ് ഓഡിറ്റിംഗ് അല്ലേ. എന്താണ് ഓഡിറ്റിങ്ങിലൂടെ നമ്മൾ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം, ദെൻ അതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് അതിൽ ഫോളോ ചെയ്യേണ്ട സത്യസന്ധമായ കാര്യങ്ങളെയാണ്, അടിസ്ഥാന തത്വങ്ങളെയാണ് നമ്മുടെ ഓഡിറ്റിംഗ് പ്രിൻസിപ്പിൾസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇനി സാപ്പി പ്രകാരമുള്ള ആ ബേസിക് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ പോയിൻ്റായി പറയുന്നത് ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് ആണ്. മീൻസ് ഓഡിറ്റർ എങ്ങനെയായിരിക്കണം? സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം, ദെൻ അതോടൊപ്പം സിൻസിയർ ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ ആ ഓഡിറ്റ് വർക്കിനോട് അദ്ദേഹം പ്രൊഫഷണലി എല്ലാ രീതിയിലുമുള്ള സത്യസന്ധതയും ഒരു നേരും പുലർത്താൻ, വിശ്വസ്തയും പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ദെൻ അദ്ദേഹം ഫെയർ ആയിരിക്കണം. ഒരു തരത്തിലുള്ള ആരുടെയും ഒരു തരത്തിലുള്ള വാദഗതികൾക്കും കീഴടങ്ങാത്തൊരു വ്യക്തിയായിരിക്കും. തെറ്റുകൾ അവിടെ സംഭവിക്കരുത്. അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു രീതിയിലും മറ്റൊരാളുടെ വാക്കിനെ കീഴ്പ്പെടുന്ന വ്യക്തിയാവരുത്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ആ രീതിയിലായിരിക്കരുത്. ദെൻ ഇമ്പാർഷ്യൽ ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. എല്ലാവിധ മറ്റു താല്പര്യങ്ങളിൽ നിന്നും സ്വതന്ത്രനായൊരു വ്യക്തിയായിരിക്കണം. ദെൻ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇൻഡിപെൻഡൻ്റായി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കണം. എന്നാൽ മാത്രമാണ് ഇൻറ്റഗ്രിറ്റി ഫോളോ ചെയ്യാൻ അദ്ദേഹത്തിന് അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? കോൺഫിഡൻഷ്യാലിറ്റി ആണ്. എന്ന് വെച്ചാൽ അദ്ദേഹം എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഓഡിറ്റ് വർക്കിൽ കിട്ടുന്ന ഇൻഫർമേഷൻസിലൊക്കെ കോൺഫിഡൻഷ്യാലിറ്റി പാലിക്കാൻ അദ്ദേഹം നിർബന്ധനാണ്. മീൻസ് അതൊക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് സ്ട്രിക്റ്റ്ലി അത് ഫോളോ ചെയ്യാൻ അദ്ദേഹം അവിടെ കമ്പയർ ചെയ്യപ്പെടുന്നു. അദ്ദേഹം അതൊക്കെ സ്ട്രിക്റ്റായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ഒരു തരത്തിലും അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻസ് അദ്ദേഹം തേർഡ് പാർട്ടീസിന് അതിലെ ഒരു അംഗങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു ക്ലയൻറ്റിൻ്റെ പ്രത്യേക അനുവാദം കൂടാതെ ഒരിക്കലും പാസ് ചെയ്യാൻ പാടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ലീഗൽ പ്രൊഫഷണൽ ഡ്യൂട്ടിയാണ്. ഒരിക്കലും മറ്റൊരാളുടെ, അതായത് അദ്ദേഹത്തെ നിയമിച്ച ക്ലയൻറ്റിൻ്റെ അനുവാദം കൂടാതെ ആ ഇൻഫർമേഷൻസ് സീരിയസ്ലി ആയ ഇൻഫർമേഷൻസ് മറ്റൊരു വ്യക്തിയിലേക്ക്, മറ്റൊരു തേർഡ് പാർട്ടിയിലേക്ക് പാസ് ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസ് ആണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ ഓഡിറ്റർക്ക് എന്തുണ്ടായിരിക്കണം? ചില ജനറൽ ക്വാളിറ്റീസ് അല്ലെ. സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷന് കൂടാതെ ആ വ്യക്തിക്ക് എന്തുണ്ടായിരിക്കണം? ചില ജനറൽ ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് വളരെ സ്മൂത്തായിട്ടും എഫിഷ്യൻ്റായിട്ടും കണ്ടക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ. എന്ന് വെച്ചാൽ സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷനോട് കൂടിയിട്ട് അദ്ദേഹം ചില കോമ്പിറ്റൻസി സ്കിൽ അക്വയർ ചെയ്ത വ്യക്തിയായിരിക്കണം. ദെൻ അതോടൊപ്പം തന്നെ ജനറൽ എഡ്യൂക്കേഷൻ അദ്ദേഹത്തിന് ഓഡിറ്റിംഗ് ഫീൽഡിൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം. ട്രെയിനിങ്ങും എക്സ്പീരിയൻസോടും കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫഷനെ ഭംഗിയാക്കി തീർക്കാൻ വേണ്ടിയുള്ള എല്ലാ രീതിയിലുമുള്ള ക്വാളിഫിക്കേഷനും കോമ്പിറ്റൻസും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും then അതിനെ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായി തയ്യാറാക്കുവാനും ആ ഒരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ് എന്താണ്? വർക്ക് പെർഫോംഡ് ബൈ അതേഴ്സ്. എന്ന് വെച്ചാൽ അദ്ദേഹം ഓഡിറ്റർ ഒറ്റയ്ക്കല്ല അദ്ദേഹത്തിന് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സിലേക്ക് കൃത്യമായി അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം ഉപയോഗിച്ചുകൊണ്ട് അത് ഡെലഗേറ്റ് ചെയ്ത് അവർക്ക് നൽകേണ്ട ഉത്തരവാദിത്തങ്ങൾ നൽകിക്കൊണ്ട് ദെൻ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിനെ കുറിച്ചുള്ള ഒപ്പീനിയൻസിലൂടെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കൃത്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ദെൻ അത് നല്ല രീതിയിലുള്ളൊരു സൂപ്പർവിഷനും ദെൻ അവരുടെ വർക്കിൻ്റെ റിവ്യൂവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ നല്ലൊരു കോൺഫിഡൻസ് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസിൽ ഉണ്ടായിരിക്കണം. കാരണം ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇവരുടെ ഈ വർക്കിനെയും കൂടി ആശ്രയിച്ചാണ് അദ്ദേഹം ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ തൻ്റെ അസിസ്റ്റൻസിൽ അദ്ദേഹത്തിന് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു വർക്കിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് പറയുന്നത് കമ്പനീസ് ആക്ട് പ്രകാരം
ബ്രാഞ്ച് അക്കൗണ്ട്സിലേക്ക് ഒരു ഓഡിറ്ററെ നിയമിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിരിക്കണം. അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ വർക്കിംഗ് പേപ്പേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം എന്ത് ചെയ്യാറ്, ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് 4-5ാമത്തെ പോയിൻ്റ് ആയിട്ട് വരുന്നത് ഡോക്യുമെൻറ്റേഷൻ ആണ്. എന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയാലിറ്റി ഇമ്പോർട്ടൻസ് ഉള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും പ്രിസർവ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും കളക്ട് ചെയ്യാനും ഓഡിറ്ററുടെ ഭാഗത്തുനിന്ന് പ്രത്യേക തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണം. ദെൻ അദ്ദേഹം ഏത് അക്കൗണ്ടിങ് ആണോ വെരിഫൈ ചെയ്യുന്നത്, ഏത് അക്കൗണ്ട്സ് ആണോ, ഏത് കമ്പനിയുടെ ഏത് അക്കൗണ്ട്സ് ആണോ വെരിഫൈ ചെയ്യുന്നത്, അതിനെ സംബന്ധിച്ചുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കളക്ട് ചെയ്യാനും ശേഖരിക്കാനും ദെൻ അത് സൂക്ഷിക്കുവാനും ചെക്ക് ചെയ്യുവാനുമുള്ള മോറൽ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിനുണ്ട്. ദെൻ അതാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ദെൻ അതിനെക്കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് ചെക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും അദ്ദേഹം കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് പേപ്പേഴ്സ് എന്ന് നോർമലി അറിയപ്പെടുന്നത്. ദെൻ ഇതാണ് അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ നോർമലി അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന കാര്യങ്ങൾ ഇതാണ്. ഓക്കെ. അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നെഗ്ലിജൻസ് എതിരെ ചാർജസ് സ്ഥാപനത്തിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്കോ ഈടാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് 5 പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നത്. നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് 5 പോയിൻറ്റ്സ് ഡോക്യുമെൻറ്റേഷൻ വരെയാണ്. ഇന്ന് ഇത്രയും മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.